ഹായ്, ഞാൻ ഈ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം പറയുകയാണ് ഇവിടെ. ഇത് ഒത്തിരി പേർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. മീൻസ് ഇപ്പോൾ ഈ ഒരു ക്ലോത്തിങ് സ്റ്റോറോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ്സോ കൊണ്ട് നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊരിക്കലെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇനി സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നവർ ഇങ്ങനൊരു ഫ്രോഡ് ആക്ടിവിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു. നമ്മൾ ഇഷ്ടംപോലെ എൻക്വയറീസ് വരും നമുക്ക് ഇതുപോലെ ഫോട്ടോസ് ഇടുമ്പോഴും വീഡിയോസ് ഇടുമ്പോഴും. അതിൻ്റെ ഇടയിൽ ഇതുപോലെ തന്നെ ഒരു എൻക്വയറി വന്നു. ഡ്രസ്സ് ഈ ഒരു നമ്മുടെ സാരിക്ക് പ്രൈസ് ചോദിച്ചു, ഇതെവിടെ സ്ഥലം ചോദിച്ചു, അപ്പോൾ ഡെലിവറി ചാർജ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വരുന്നത് ഡൽഹിയിൽ നിന്നാണെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഡൽഹിയിലേക്ക് ഔട്ട്സൈഡ് കേരള ഡെലിവറി ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു, എമൗണ്ട് പറഞ്ഞു. അപ്പോൾ അവർ അഡ്രസ്സ് അയച്ചു തന്നു. എന്നോട് GPay നമ്പർ ചോദിച്ചു പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ GPay നമ്പർ അയച്ചു കൊടുത്തു. അന്നേരം ഇത് എൻ്റെ പേര് വന്നിട്ടുള്ള GPayയുടെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചിട്ട് ഇതാണോ എന്ന് കൺഫേം ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ ഇത് തന്നെയാണ്, അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യൂ, അതിന് ശേഷം കൺഫർമേഷൻ എടുത്ത ശേഷം ഞാൻ ഡിസ്പാച്ച് ചെയ്യാം ഐറ്റം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്തു. ഇപ്പം ഫോർ എക്സാമ്പിൾ പേയ്മെൻറ്റ് ഒരു 1289 രൂപയാണെന്ന് വരച്ചോ, 1289. അപ്പോൾ അവർ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്തു. എനിക്ക് ഗൂഗിൾ പേയിൽ അപ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, പേയ്മെൻറ്റ് ഇങ്ങനെ വന്നു എന്നും പറഞ്ഞിട്ട്. പിന്നെ ആ ഒരു പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അവരെനിക്ക് അയച്ചു. അപ്പോൾ 1289 എന്നുള്ളതിന് പകരം അവർ 12289, അതായത് 1289 പകരം 12289 രൂപ അയച്ചിട്ട് എന്നോട് പറഞ്ഞു, സോറി മാം, എക്സ്ട്രാ പൈസ പേ ചെയ്ത് പോയി, പ്ലീസ് റീഫണ്ട്, അവരുടെ പൈസ റീഫണ്ട് ചെയ്യണം, എത്രയും വേണം എന്ന് പറഞ്ഞിട്ട് നിരന്തരം കോളും. അപ്പം തന്നെ ഇത് ബാക്ക് ടു ബാക്ക് സംഭവിക്കുകയാണ്, വിത്തിൻ സെക്കൻഡ്സ് പെട്ടെന്ന് തന്നെ കോൾസും മെസ്സേജസും ഇഷ്ടംപോലെ ഇങ്ങോട്ട് വരുന്നു. അപ്പം ഞാൻ ഗൂഗിൾ പേ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിങ്ങനെ ഒരു മെസ്സേജ് മീൻസ് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു പോപ്പപ്പ് വന്ന് കിടക്കുന്നു. അപ്പോൾ അത് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്തവരിൽ നിന്ന് പൈസ വരുമ്പോൾ ബ്ലോക്ക് ചെയ്യണോ കണ്ടിന്യൂ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുള്ളൊരു പോപ്പപ്പ് ഉണ്ടാവുമല്ലോ, അതുപോലെ ഒരു പോപ്പപ്പ് ഉണ്ട്. അതിനകത്ത് ഇത് സസ്പീഷ്യസ് ആണ്, റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു പോപ്പപ്പാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഡൗട്ട് തോന്നിയിട്ട് എൻ്റെ ബാലൻസ് ചെക്ക് ചെയ്തു. ബാലൻസ് ചെക്ക് ചെയ്തപ്പോൾ പഴയ ബാലൻസ് തന്നെ, യാതൊരു മാറ്റമില്ല, ഈ ഒരു പൈസ കയറിയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്തരത്തിലുള്ളൊരു ഫ്രോഡ് ആക്ടിവിറ്റീസ് ഇപ്പോൾ ദിനം പ്രതി നമുക്ക് ന്യൂസിലൊക്കെ അറിയുന്നുണ്ട്. ഞാനപ്പോൾ തന്നെ അവർക്ക് മെസ്സേജ് അയച്ചു, നമ്മൾ ഫൂളാക്കാൻ നോക്കണ്ട, നമുക്കൊരു സൈബർ സെല്ലുണ്ട് ഇപ്പം നമ്മുടെ സ്റ്റേറ്റിന്, അതിലേക്ക് ഞാനിത് ഫോർവേഡ് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. പിന്നെ ഞാൻ അയക്കുന്ന മെസ്സേജ് ഒന്നും അവർക്ക് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്രോഡ് ആക്ടിവിറ്റി ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൽ ആരും ചെന്ന് പെടാതിരിക്കുക. നമ്മൾ ഇങ്ങനൊരു മെസ്സേജ് വന്നാൽ ഫസ്റ്റ് നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്ത് നമുക്ക് പൈസ കയറിയോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരും ഇനി ചെയ്യാനിരിക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കുക, ഇതുപോലത്തെ ഒരു ഫ്രോഡ് നടക്കുന്നുണ്ട്. അതിനുവേണ്ടി നോർത്ത് ഇന്ത്യ തന്നെ ഒരു ടീമുണ്ട് തോന്നുന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് കൂടുതൽ മെസ്സേജസ് ഇങ്ങനത്തെ വരുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കും നമുക്കൊരു കസ്റ്റമറെ കിട്ടിയെന്ന് വെച്ചാൽ വലിയ സന്തോഷത്തിൽ എൻക്വയറിയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷേ അതിങ്ങനെ ഒരു ഫ്രോഡ് ആക്ടിവിറ്റിയാണ്. അത് നമുക്ക് ഇനിയും ചിലപ്പോൾ വരാം. അപ്പോൾ ഇനി ചെയ്യുന്നവർക്കും ചെയ്യാനിരിക്കുന്നവർക്കൊക്കെ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇഷ്ടംപോലെ നമ്മളിതുപോലെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ബിഗിനർ ആയതുകൊണ്ട് നമുക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ല, ഒരു ഇൻഫ്ലുവൻസർ അല്ല. അപ്പോൾ ഇഷ്ടംപോലെ ഇതുപോലത്തെ ജ്വല്ലറി ബിസിനസ്സും ക്ലോത്തിങ് ബിസിനസ്സും ദിനം പ്രതി ഇവിടെ കൂണ് മുളയ്ക്കും പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കയറി വരാൻ കുറച്ച് പാടാണ്. ഇഷ്ടംപോലെ മെസ്സേജസ് എൻക്വയറീസും വന്നാലും കസ്റ്റമറെ അതിൽ നിന്ന് കിട്ടുക എന്നുള്ളത് കുറച്ച് ടഫായിട്ടുള്ള കേസാണ്. കുറച്ച് സ്ട്രഗിൾ ചെയ്യണം ഫസ്റ്റൊക്കെ. അപ്പോൾ ഇനി തുടങ്ങാനിരിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ക്ഷമ വേണം നന്നായിട്ട്. കാര്യം നമ്മളൊരു സെലിബ്രിറ്റിയാണ്, നമ്മളെ 10 ആൾക്കാരെ അറിയുമെങ്കിൽ ഈസിയാണ് കുറച്ചും കൂടി. അല്ലാത്ത പക്ഷം കുറച്ച് സ്ട്രഗിൾ ചെയ്യണം, നമുക്ക് ക്ഷമ വേണം. ഫാമിലി ഫ്രണ്ട്സിൽ നിന്നല്ലാണ്ട് ഔട്ട്സൈഡ് കസ്റ്റമറെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. നമ്മൾ തന്നെ ഇതുപോലെ എൻക്വയറീസ് വരുന്ന എല്ലാം ഫോളോ അപ്പ് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിനെ കിട്ടുന്നത്. ഇപ്പം കുറച്ച് കസ്റ്റമേഴ്സിനെയൊക്കെ നമുക്ക് ഔട്ട്സൈഡ് ഫാമിലിയിൽ നിന്നല്ലാതെ കിട്ടി, ഇനിയും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ട്, നല്ലതാണെന്ന് പറഞ്ഞാലും അത് ആളുകളിലേക്ക് എത്തണമെങ്കിൽ ഇത്തിരി പാടാണ്. ഓൾറെഡി ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് ഓൺലൈൻ സ്റ്റോഴ്സ് ഇതുപോലെ അവൈലബിൾ ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടേതും ഒന്ന് ക്ലച്ച് പിടിക്കാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ അൺവാണ്ടഡ് മെസ്സേജസ് ഇഷ്ടംപോലെ വരും. ഇതുപോലെ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ ഇടുമ്പോൾ കുറേ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ചേട്ടന്മാരൊക്കെ മെസ്സേജ് അയക്കും. അവർ വല്ല ജാർഖണ്ഡ് ഒറീസ എന്നൊക്കെയുള്ള ടീമൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്. അവർ കുറേ അവരുടെ ഭാഷയിൽ അയക്കും. അവർക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ല ചിലർക്കൊന്നും. അപ്പോൾ അവരവരുടേത് ഭാഷയിലയക്കും. കുറേ ഇമോജീസ് അയക്കും. നിരന്തരം വീഡിയോ കോൾ ചെയ്യും, ഓഡിയോ കോൾ ചെയ്യും. അതൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കളയും.
പിന്നെ നമ്മളെ ഫേസൊക്കെ കാണിച്ച് ഇതുപോലെ വീഡിയോസൊക്കെ ഇട്ടാൽ കുറേ ഇത്തിരി ഞരമ്പിൻ്റെ അസുഖമുള്ള നമ്മുടെ മലയാളി ചേട്ടന്മാരൊക്കെ തന്നെ കുറച്ച് മെസ്സേജ് അയക്കും, അത് കൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയുള്ള മെസ്സേജസും ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജസ് മാത്രമല്ലാതെ ഇതുപോലുള്ള അൺവാണ്ടഡ് മെസ്സേജസും ഇഷ്ടംപോലെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, ഫ്രോഡ് ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കുക, അതിനെപ്പറ്റി കെയർഫുള്ളായിട്ട് ഇരിക്കുക, ആരും പറ്റിക്കപ്പെടരുത്. ഓക്കെ, താങ്ക് യു.